തീ കണ്ടാൽ ഓടിച്ചെന്ന് കെടുത്തും. 10ാം ക്ലാസ്സുകാരൻ ദേവനന്ദന്റെ ആശയത്തിന് മികച്ച പിന്തുണ. തീപിടുത്തങ്ങളിൽ അപകട മരണം ഉണ്ടാകുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് വ്യത്യസ്ത മാതൃക രൂപകൽപ്പന ചെയ്തത്. തീപിടുത്തമുണ്ടാകുമ്പോൾ സംഭവസ്ഥലത്ത് എത്തിച്ചേരുവാനും രക്ഷാപ്രവർത്തനം നടത്തുവാനും ഏറെ പ്രയാസമുള്ള കാര്യമാണ്. പലപ്പോഴും അപകടമോ ജീവഹാനി വരെയും സംഭവിക്കാറുണ്ട്. രക്ഷാപ്രവർത്തകർക്കും ഗുരുതരമായി പരിക്കേൽക്കുന്ന സംഭവങ്ങളും കുറവല്ല. ഇതിന് ഉത്തമ പ്രതിവിധിയാണ് കാസർഗോഡ് കുണ്ടംകുഴി GHSSലെ 10ാം തരം വിദ്യാർത്ഥി ദേവാനന്ദ് രൂപകൽപ്പന ചെയ്ത ഫയർ എക്സ്റ്റിംഗ്വിഷ് റോബോട്ട്. അഗ്നിശമന സേനാംഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് റോബോട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. തീയിൽ നിന്നുണ്ടാകുന്ന ഇൻഫ്രാറെഡ് റേസ് തിരിച്ചറിഞ്ഞാണ് റോബോട്ടിന്റെ പ്രവർത്തനം. ഇപ്പോൾ ഇവിടെ ഒരു ഫയർ ഉണ്ടെങ്കിൽ അത് അങ്ങോട്ട് പോയിട്ട് ഫയർ കെടുത്തും. അതാണ് ഇതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് വരുന്നത്. ഫയർ ഫൈറ്റേഴ്സിന് റെസ്ക്യൂ ഓപ്പറേഷൻ എല്ലാം ഇത് ഭയങ്കര ഉപകാരമായിരിക്കും. ചിലപ്പോൾ ഇത് ഫയർ ഫൈറ്റേഴ്സിന് റെസ്ക്യൂ ഓപ്പറേഷനിലൂടെ മരണം വരെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മറികടക്കാൻ നമുക്ക് ഈ പ്രോജക്റ്റിലൂടെ നമുക്ക് സാധിക്കും. അപ്പോൾ ഇതെങ്ങനെ തീനെ ഡിറ്റക്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ തീയിൽ നിന്ന് ഇൻഫ്രാറെഡ് റേസ് പറഞ്ഞിട്ടുള്ള ഒരു റേസ് വരുന്നുണ്ട്. അത് ഈ ഫ്ലെയിം സെൻസർ എന്താക്കുന്ന വെച്ചാൽ ക്യാപ്ചർ ചെയ്യും. ആ ക്യാപ്ചർ ചെയ്തിട്ട് ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് നമ്മുടെ ആടിനെ ഉള്ളിലേക്ക് വിടും. അപ്പോൾ അത് ഔട്ട്പുട്ട് ആയിട്ടാണ് മറ്റുള്ള സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത്. തന്റെ ആശയത്തിന് അസാപ്പിലെ ട്രെയിനിങ്ങും സഹായകരമായെന്ന് ദേവാനന്ദ് പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ പവനിലാണ് റോബോട്ടിന്റെ പ്രദർശനം. വിദ്യാഭ്യാസ രംഗത്തെ മാതൃകാ പ്രവർത്തനങ്ങളും എന്റെ കേരളം പ്രദർശന വിപണന മേളയിൽ വിദ്യാഭ്യാസ വകുപ്പ് പങ്കുവെക്കുന്നു. കേരള വിഷൻ ന്യൂസ്, കാസർഗോഡ്.